വീണ്ടും തനിനിറം കാട്ടിയ ഹമാസ്. അമേരിക്കയുടെ അന്ത്യശാസനം. ബന്ദിമോചനം വൈകിപ്പിക്കുമെന്നുള്ള അപ്രതീക്ഷിത പ്രഖ്യാപനമാണ് കഴിഞ്ഞ ദിവസം ഹമാസ് നേതാവ് അബു ഉബൈദ നടത്തിയത്. ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നുവെന്നും പാലസ്തീനിലേക്കുള്ള മാനുഷിക സഹായങ്ങളുടെ ട്രക്കുകളെ തടയുന്നുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഹമാസ് ബന്ദിമോചനം അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുന്നത്. ഇത് നേരത്തെ തന്നെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ്. കാരണം ബന്ദികളെ പൂർണ്ണമായും വിട്ടയച്ചാൽ പിന്നീട് ഹമാസിന് നിലനിൽപ്പില്ല. ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയെ പിന്നീട് ഗാസയിൽ നിന്ന് അമേരിക്കയും ഇസ്രായേലും ഒത്തുചേർന്ന് പരിപൂർണമായും തുടച്ചു നീക്കും. ഇത് ഹമാസിനും അറിയാം. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഈ ബന്ദിമോചനത്തിന് സമ്മതിച്ചുവെങ്കിലും ബന്ദികളെ പൂർണ്ണമായും വിട്ടയക്കാൻ ഹമാസ് തയ്യാറാകില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയായിരുന്നു. അതെപ്പോഴാണ് ഹമാസ് അവരുടെ തനിനിറം പുറത്തെടുക്കുന്നത് എന്നത് മാത്രമേ അറിയേണ്ടിയിരുന്നുള്ളൂ. ഇപ്പോൾ ഇതാ ആ പ്രഖ്യാപനം ഹമാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. ശനിയാഴ്ച പുറത്തുവിടേണ്ട, മോചിപ്പിക്കേണ്ട ബന്ദികളുടെ കാര്യത്തിൽ വൈകിപ്പിക്കലുണ്ടാകും. ഒരു തീരുമാനമുണ്ടാകുന്നത് വരെ ശനിയാഴ്ചത്തെ ബന്ദിമോചനം സാധ്യമാകില്ല എന്നാണ് ഹമാസിൻ്റെ ഓപ്പറേഷൻ മേധാവി അബു ഉബൈദ കഴിഞ്ഞ മണിക്കൂറിൽ പ്രഖ്യാപിച്ചത്. പിന്നാലെ ഇസ്രായേൽ അവരുടെ സെക്യൂരിറ്റി ക്യാബിനറ്റ് വിളിച്ചു ചേർത്തു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്താനിരുന്ന അടിയന്തര മീറ്റിംഗുകൾ റദ്ദാക്കി. സൈനിക മേധാവിമാരോട് ഏറ്റവും അലർട്ടായിരിക്കാൻ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് നിർദ്ദേശിച്ചു. ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് ഗാസയിലെ സ്ഥിതിഗതികൾ മുന്നേറുകയാണ്. അതിനിടയിൽ ഹമാസിന് അന്ത്യശാസനം നൽകിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപ് ബന്ദിമോചനം സാധ്യമാകണം, ബന്ദികളെ വിട്ടയക്കണം, ഇല്ലെങ്കിൽ വെടിനിർത്തലുമില്ല, കരാറുമില്ല. ഇതാണ് ട്രംപ് കഴിഞ്ഞ മണിക്കൂറിൽ വ്യക്തമാക്കിയത്. വാഷിംഗ്ടണിൽ വൈറ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ ക്ഷുഭിതനായിട്ടാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ബന്ദിമോചനം സാധ്യമായില്ലെങ്കിൽ വെടിനിർത്തൽ കരാർ പിന്നെ ഇല്ല. പിന്നീട് എന്തു ചെയ്യണമെന്നുള്ളത് ഇസ്രായേലിന് നന്നായി അറിയാം. അതിന് അമേരിക്കയുടെ സർവ്വ പിന്തുണയും ഉണ്ടാകും. അമേരിക്കയുടെ നിർദ്ദേശം തള്ളിക്കളയുന്ന ഹമാസിന് പിന്നീട് നരകതുല്യമായ ഭാവിയായിരിക്കും. എല്ലാ നരകങ്ങളും അനുഭവിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. ഒരു കാര്യം കൃത്യമാണ്, വ്യക്തവുമാണ്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപ് ശനിയാഴ്ച പുറത്തുവിടേണ്ട ബന്ദികളെ പുറത്തുവിട്ടില്ലെങ്കിൽ അടുത്ത നിമിഷം മുതൽ, അടുത്ത മണിക്കൂർ മുതൽ ഹമാസിനെതിരെയുള്ള അതിരൂക്ഷമായ യുദ്ധം ഇസ്രായേലും അമേരിക്കയും ആരംഭിക്കും. കാരണം നിലവിലെ സാഹചര്യത്തിൽ ഹമാസിൻ്റെ ഭീകരന്മാരൊക്കെ തന്നെ മാളത്തിൽ നിന്ന് പുറത്തു കടന്നിട്ടുണ്ട്. കൂടാതെ ഇവരുടെ ലൊക്കേഷന് കൃത്യമായി തന്നെ ഇസ്രായേലിൻ്റെ മൊസാദിൻ്റെ ചാരന്മാർ കണ്ടെത്തിയിട്ടുമുണ്ട്. നമ്മൾ നേരത്തെ തന്നെ പലതവണ വാർത്തകളിൽ പറഞ്ഞതാണ്. ഈ ബന്ദിമോചനം സാധ്യമാകുന്ന അന്ന് മുതൽ ഹമാസിൻ്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടി മൊസാദിൻ്റെ ചാരന്മാർ വേഷം മാറി ഗാസയുടെ തെരുവുകളിലൊക്കെ തന്നെയുണ്ട്. ഈ ആർപ്പ് വിളിക്കുന്ന പാലസ്തീനികളുടെ കൂട്ടത്തിൽ മൊസാദിൻ്റെ ചാരന്മാരുണ്ടാകാം, അമേരിക്കയുടെ രഹസ്യ പോലീസ് ഉണ്ടാകാം, അതുപോലെ തന്നെ ഷിൻബെറ്റിൻ്റെ ചാരന്മാരുണ്ടാകാം. ഇതൊക്കെ കൃത്യമായ പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ നടത്തുന്നത്. ഇത്രയും ദിവസം മാളങ്ങളിൽ ഒളിച്ചിരുന്ന, ഗാസയിലോ അല്ലെങ്കിൽ ഈജിപ്തിലോ ഒളിച്ചിരുന്ന ഈ ഹമാസിൻ്റെ ഭീകരന്മാർ വെടിനിർത്തൽ യാഥാർത്ഥ്യമാവുകയും ഗാസ സ്ട്രിപ്പിൽ നിന്ന് ഇസ്രായേലി സേന പിന്മാറുകയും ചെയ്ത ഘട്ടത്തിലാണ് ഗാസയിലെ തെരുവുകളിൽ വീണ്ടും രംഗപ്രവേശനം ചെയ്തത്. പിന്നീട് ബന്ദിമോചനത്തെ വലിയ ആഘോഷമാക്കി, ബന്ദികളെ ഭീഷണിപ്പെടുത്തി, മുഖം മുഴുവൻ മറച്ച കണ്ണുമാത്രം പുറത്ത് കാണിച്ചുകൊണ്ട് വലിയ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തി ലോകത്ത് മുഴുവൻ ഒരു നാടകം, ലോകം മുഴുവൻ കാണുന്ന രീതിയിൽ ഒരു നാടകം കളിക്കുകയായിരുന്നു ഹമാസിൻ്റെ ഭീകരന്മാർ ചെയ്തത്. ഇതിൽ തന്നെ ഇസ്രായേലിന് രോഷമുണ്ട്, അമേരിക്കയ്ക്ക് രോഷമുണ്ടായിരുന്നു. ഒടുവിൽ വെടിനിർത്തൽ അട്ടിമറിക്കാൻ ഹമാസ് നീക്കം നടത്തുന്ന ഘട്ടത്തിൽ തന്നെ ഒരു തിരിച്ചടിക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ഇസ്രായേൽ പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഒരു മൂളൽ മാത്രം മതി, ഒരു അനുമതി മാത്രം മതി. ഹമാസിൻ്റെ കേന്ദ്രങ്ങളിലേക്ക്, ഹമാസിൻ്റെ കൂടാരങ്ങളിലേക്ക് ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ പടുകൂറ്റൻ ബോംബുകൾ വർഷിക്കും. ഇനി അഭയാർത്ഥി ക്യാമ്പുകളെന്നോ മാനുഷിക പരിഗണനയുള്ള ഇടങ്ങളെന്നോ ഒന്നും നോക്കില്ല. ഇനി ഹമാസ് എന്ന ഭീകരന്മാരെ തീർക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറാണെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു. അതിനുള്ള മുഴുവൻ അനുമതികളും ഇസ്രായേലിന് അമേരിക്ക നൽകുകയാണ്. ഇവിടെ ചിലപ്പോൾ ആദ്യം ആക്രമിക്കുക, ഇസ്രായേലിനേക്കാൾ ആദ്യം ആക്രമിക്കുക അമേരിക്കയായിരിക്കും. കാരണം അമേരിക്കയ്ക്ക് ട്രംപിന് ഇത് പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. ഗാസയിൽ ബന്ദിമോചനം പൂർണ്ണമായും സാധ്യമാക്കിയ ശേഷം ഹമാസിനെതിരെ നടപടിയെടുക്കുക,
ഗാസയിലെ പാലസ്തീനികളെ പൂർണ്ണമായി ഒഴിപ്പിക്കുക, ഗാസ എന്ന ഭൂപ്രദേശം ഏറ്റെടുക്കുക. ഇതിൽ നിന്ന്, ഈ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പലതവണ ട്രംപ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുമാത്രവുമല്ല, ഗാസയിലെ ബന്ദിമോചനം ട്രംപിൻ്റെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. ഈ ഹമാസിനോട് ട്രംപ് അന്ത്യശാസനം പലതവണ കൊടുത്തതാണ്. ഇനി ഒരിക്കൽ കൂടി ഹമാസ് ആ അന്ത്യശാസനത്തെ തള്ളിക്കളയുകയാണെങ്കിൽ അത് ഹമാസിൻ്റെ അന്ത്യമുറപ്പിക്കുന്ന തീരുമാനമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നീട് ട്രംപിൻ്റെ യഥാർത്ഥ ചിത്രമായിരിക്കും, ട്രംപിൻ്റെ യഥാർത്ഥ രൂപമായിരിക്കും, അമേരിക്കയുടെ സംഹാരത്തിൻ്റെ രൂപമായിരിക്കും പിന്നീട് ഹമാസ് കാണാൻ പോകുന്നത്. അതിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല. പിന്നീട് ഇസ്രായേലിനടക്കം കൈയും കെട്ടി നോക്കി നിന്നാൽ മതി. അത്രയ്ക്കും അതിരൂക്ഷമായ ആക്രമണമായിരിക്കും അമേരിക്ക നടത്തുക. പ്രത്യേകിച്ച് ഗാസ എന്ന സ്ട്രിപ്പിൽ നിന്ന് ആളുകളെ കൂട്ടത്തോടെ ഒഴിപ്പിക്കണമെന്ന ആഗ്രഹമാണ് അമേരിക്കയ്ക്ക്. അപ്പോൾ ഒരു മാരകമായ യുദ്ധം നടത്തുകയും അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ തയ്യാറാകുന്നവരെ തൊട്ടടുത്തുള്ള അറബ് രാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭൂപ്രദേശങ്ങളിലേക്കോ അവർ മാറ്റുകയും ചെയ്യും. അങ്ങനെ ഗാസയെ ചുളുവിൽ ഒഴിപ്പിച്ചെടുക്കാനുള്ള ഒരു നീക്കവും ഇതിലൂടെ അമേരിക്ക കാണുന്നുണ്ട്. എന്തായാലും ഗാസയിൽ ഹമാസിന് ട്രംപിൻ്റെ അവസാന അന്ത്യശാസനം ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപ് ബന്ദികളെ മോചിപ്പിക്കണം. ഇല്ലെങ്കിൽ ഗാസ ഹമാസ് നരകതുല്യമായി മാറും, നരകം കാണും. ഇതാണ് ട്രംപിൻ്റെ ഏറ്റവും ഒടുവിലത്തെ മുന്നറിയിപ്പ്. എന്തായാലും ശനിയാഴ്ചയാണ് അടുത്ത ബന്ദിമോചനം നടപ്പാക്കേണ്ടത്. 3 ബന്ദികളെയാണ് ശനിയാഴ്ച മോചിപ്പിക്കേണ്ടത്. ആ മോചനം ഉടനുണ്ടാകില്ല എന്നുള്ള ഒരു വമ്പൻ അറിയിപ്പാണ് ഇപ്പോൾ ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ഹമാസിൻ്റെ പക്കൽ ഇനി എത്ര ബന്ദികൾ ജീവനോടെ ഉണ്ട് എന്നത് സംബന്ധിച്ച് ആർക്കും ഒരു കൃത്യമായ കണക്കില്ല. ഇസ്രായേലിൻ്റെ കണക്കുകൾ പ്രകാരം ഇനി വളരെ കുറച്ച് ബന്ദികൾ മാത്രമേ ഹമാസിൻ്റെ പക്കൽ ജീവനോടെ കൊണ്ടാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് ഇനിയൊരു യുദ്ധം നടത്തിയാലും അതിൽ പശ്ചാത്താപമില്ല. ഇനിയൊരു യുദ്ധത്തിലൂടെ ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുകയും ഹമാസിൻ്റെ പക്കലുള്ള ബന്ദികളെ മോചിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഒരു സൈനിക നടപടിയിലൂടെ മോചിപ്പിക്കുകയുമാണ് വേണ്ടതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അതുപോലെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശനിയാഴ്ച ഈ ബന്ദിമോചനം അല്പമൊന്ന് വൈകിയാൽ ഉടനടി ഹമാസിനെതിരെയുള്ള ആക്രമണമായിരിക്കും മിക്കവാറും സാധ്യതയുണ്ടാവുക. ഒരു ആക്രമണത്തിൻ്റെ എല്ലാ തയ്യാറെടുപ്പുകളും ഇസ്രായേൽ പൂർത്തിയാക്കിയതായുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് പുറത്തു വരുന്നത്. ഇസ്രായേൽ മാധ്യമങ്ങളും അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടിയന്തരമായ സെക്യൂരിറ്റി ക്യാബിനറ്റ് ഇന്ന് ചേരാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. സൈനിക മേധാവിമാരോടും മറ്റ് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരോടും സെക്യൂരിറ്റി ക്യാബിനറ്റിൽ പങ്കെടുക്കാനുള്ള നിർദ്ദേശമാണ് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് നൽകിയിരിക്കുന്നത്. ചില അടിയന്തര മീറ്റിങ്ങുകൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒഴിവാക്കിയതായുള്ള വാർത്തകളും ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗാസ സ്ട്രിപ്പിൽ ചില ജനസേവന പദ്ധതികൾക്ക് ഇസ്രായേലി സൈന്യം മുൻകൈ എടുത്തിരുന്നു. അത് താൽക്കാലികമായി നിർത്തിവെക്കുകയാണ്. ഗാസ സ്ട്രിപ്പിലെ സുരക്ഷാ സാഹചര്യം പരിഗണിച്ചുകൊണ്ടാണ് അത്തരം പരിപാടികളിൽ നിന്ന് പിന്മാറുന്നതെന്ന് ഇസ്രായേലി സൈന്യം തന്നെ വ്യക്തമാക്കി. ഇസ്രായേലിലെ വ്യോമസേനയ്ക്ക് അടിയന്തരമായ തയ്യാറെടുപ്പ് നിർദ്ദേശം ഇസ്രായേൽ പ്രതിരോധ വകുപ്പ് നൽകിയതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. എല്ലാ ഫൈറ്റർ ജെറ്റുകളും തയ്യാറാകാനും എല്ലാ ഫൈറ്റർ ജെറ്റുകളുടെ പൈലറ്റുമാരും പൂർണ്ണ സമയം ജോലിയെടുക്കാനുമുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ പ്രതിരോധ വകുപ്പ് നൽകിയിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഒരു വലിയ യുദ്ധത്തിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കുകയാണ് ഇസ്രായേൽ. അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, ഗാസയിൽ ഏതാനും ദിവസങ്ങൾക്കകം സൈനിക നടപടി വീണ്ടും ഇസ്രായേൽ ആരംഭിക്കും. ശനിയാഴ്ച ബന്ദിമോചനം വൈകിയാൽ അത് ഹമാസിൻ്റെ അന്ത്യം ഉറപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.